ഹലോ ഡിയേഴ്സ്, നമ്മൾ വീട്ടിൽ ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കിലോളം വരുന്നൊരു ചിക്കനാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തേക്കാണ്. നല്ല ആഴത്തിൽ വേണം വരഞ്ഞു കൊടുക്കാൻ, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കുരുമുളക് പൊടി, കശ്മീരി മുളക് പൊടി, കപ്സ മസാലയോ അല്ലെങ്കിൽ മന്തി മസാലയോ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും, ഗരം മസാല, ഉപ്പ്, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ചത് 1 ടീസ്പൂൺ വീതം, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 1 കപ്പ് സവോള ചെറുതായി അരിഞ്ഞത്. ചിക്കനിലേക്ക് 1 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചെറുതായി കൊത്തി അരിഞ്ഞത് 1 കപ്പോളം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഫുൾ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ കുറച്ച് മതി. നമ്മൾ പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് അകത്ത് പുറമേ ആ നമ്മൾ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വെച്ച് തന്നെ മാരിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റ് കൂടുമ്പം ചിക്കൻ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം 10 മിനിറ്റായി. നമുക്ക് ഈ ചിക്കനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റും ആകും, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല പാകമായി. ഇത് കണ്ടോ, അതിൻ്റെ കാല് വരെ വിട്ടുപോയി, അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവി നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് തന്നെ കറിയുടെ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിതിലേക്ക് കുറച്ച് ബസ്മതി റൈസ് ആഡ് ചെയ്യണം. ഏകദേശം ഒരു 3 കപ്പ് ബസ്മതി റൈസാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കുഴിമന്തിയൊക്കെ പോലത്തെ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ റൈസ് കിട്ടുന്നത്. അപ്പം ഞാൻ റൈസ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആവും. ആ ഒരു കുഴിമന്തിയുടെയൊക്കെ അതേ ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫുൾ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഫുൾ ചിക്കൻ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ ഗ്രേവിയോടൊപ്പം നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇട്ട് കഴിക്കാവുന്നതാണ്. അതും സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ ബസ്മതി റൈസ് ആണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ കഴിക്കാവുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് കുഴിമന്തി പോലെയും കഴിക്കാവുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.